ഡയറ്റ് എടുക്കുന്ന എനിക്ക് ഇന്ന് ബിരിയാണി കഴിക്കേണ്ട അവസ്ഥ വരെ വന്നു. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എണീച്ചിട്ട് ഈ കാണുന്ന 2 ബ്രെഡും ഈ ചായയും കുടിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോവാണ്. എവിടേക്കാന്നല്ലേ, കോഴിക്കോടാട്ടാ പോകുന്നത്. അപ്പോൾ നേരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് നേരെ നമ്മൾ ട്രെയിൻ കയറി. ട്രെയിനിൽ കയറിയ സമയത്തൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരോ സ്റ്റോപ്പ് കഴിയുന്തോറും തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കോഴിക്കോട് എത്തിയത് ഒടുക്കത്തെ തിരക്ക്. നേരെ ഓട്ടോ പിടിച്ച് നമുക്ക് പോകാനുള്ള സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഇതാണ് തോന്നുന്നു ഓഫീസ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായിരുന്നു. അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് 2 പുട്ടും കുറച്ച് കടലക്കറിയാണ് പറഞ്ഞത്. അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ഓഫീസിലോട്ട് പോയിട്ടോ. ഓഫീസിൽ ചെന്ന് അവിടുത്തെ HR-ഉമായിട്ടും മെയിൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ പ്രൊജക്ട് ചെയ്യാനാണല്ലോ പോയത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ കുറച്ച് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കിയെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അജിൻജിയും കൂടെ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നു പറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല, വേഗം ഒരു ബിരിയാണി പറഞ്ഞു. കാരണം അത്രയും വിശപ്പായിരുന്നു. അപ്പം നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ച്. അതിനുശേഷം ഓഫീസിൽ വന്ന് കുറച്ച് വർക്ക് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. 4 മണിയാകുമ്പോൾ ഇറങ്ങിട്ടോ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ നേരെ ഷൊർണൂരിലോട്ട് വന്ന് ഷൊർണൂരിൽ പെട്ട് കിടക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറൊരു ട്രെയിൻ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടി. പിന്നെ അവസാനം ഒരു 7-7:45 ആകുമ്പോൾ പാലക്കാട് എത്തി. പിന്നെ നേരെ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിലോട്ട് വന്ന് വീട്ടിൽ ചെന്നത് ഈ കാണുന്ന 2 പെട്ടി പടക്കങ്ങൾ നിറയുണ്ട് കേട്ടോ. അപ്പോൾ വിഷു നമ്മളെന്തായാലും കളറാക്കും. ഈ കാണുന്ന 2 ബ്രെഡും അതുപോലെ തന്നെ ഈ ജ്യൂസും കുടിച്ച് നമ്മുടെ പരിപാടി ഇന്ന് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. അതുവരെ ഗുഡ് ബൈ.